ഹായ് ഹലോ പുതിയ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ആയിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസം ആയിക്കണേ. ഇതിൻ്റെ ഇടയിൽ ഒന്ന് സ്കിറ്റ് ചെയ്ത് നോക്കിട്ടോ. സ്കിറ്റ് പറഞ്ഞാൽ മകളെ വെച്ച് കാണ്ട് അപ്പോൾ അത് വല്ലാതെ വ്യൂസ് ഇല്ല, ആർക്കും വല്ലാതെ ഇഷ്ടപ്പെടില്ല എന്നാണ് തോന്നുന്നത്. നമ്മൾ സാധാരണ അടുക്കളപ്പണിയും പെരിയിലെ പണിയും സോലും കാറുകളൊക്കെ തന്നെയാണ് എല്ലാവർക്കും തൃപ്തിയുള്ളൂ തോന്നുന്നുണ്ട്. കാരണം ഇതിന് കിട്ടുന്ന വ്യൂസും പാടെ മറ്റീന് കിട്ടണില്ല, അപ്പോൾ ആരും കാണുന്നില്ല എന്നാണ് തോന്നുന്നത്. നമ്മൾ വെറുതെ ഒന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ വ്യൂസ് കിട്ടണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ നമ്മളെ പഴയ വീഡിയോ ഒക്കെ തന്നെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ആവശ്യങ്ങൾ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിച്ചാൽ ആരും മറക്കലിട്ടോ. കുറേ ആൾക്കാർ മറന്നു പോകണ്ട, കാരണം കാണുന്നവർ കുറേ ഉണ്ട്, എന്നാലും ലൈക്ക് നമുക്ക് കുറവാണ്. പിന്നെ പുതിയതായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ എന്നാൽ നമുക്ക് നേരെ അങ്ങോട്ട് ഇന്നത്തെ കുറച്ച് നേരത്തെ പരിപാടിക്ക് അങ്ങോട്ട് പോവുക കേട്ടോ. രാവിലെ മുതൽ ഒരു 10 മണി വരെയുള്ള പരിപാടി, രാവിലത്തെ കുറച്ച് നേരക്കത്തെ പരിപാടി അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവിടേക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കുക. അപ്പം എന്താണ് പോരിൻ്റെ ഒപ്പം നമ്മൾ അടുക്കളപ്പണി കുറച്ചൊന്നും കാണുക. നേരം പോലത്തെ എല്ലാ പരിപാടിയും സോലും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതങ്ങോട്ട് അടുപ്പത്തേക്കാണ് വന്നു. തലേന്ന് കുറച്ച് ചെറുപ്പയറട വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ നല്ലോണം പുതർന്നൊക്കെ റെഡി ആയിക്കണേ. അപ്പോൾ അത് നല്ലോണം നട കേകി ഊറ്റിക്കാണ്ട് ഒരു നാടൻ വെപ്പ് അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളെ വീഡിയോയിൽ കാര്യമായിട്ട് ഒരു നാടൻ വെപ്പേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഞങ്ങളെ അല്ലാതെ കാര്യമായിട്ടുള്ള പവറും പത്രാസുള്ള വെപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം നമ്മളെ കുട്ടികൾക്ക് ദിവസം നമ്മളെ കുട്ടികൾക്ക് ഇങ്ങനത്തെ സംഗതികളാണ് വെച്ചെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വീഡിയോ എടുക്കുന്നുണ്ട് വെച്ചിട്ട് നമുക്ക് പവറും പത്രാസും എന്നുള്ള ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കലില്ല എന്നല്ല, ഉണ്ടാക്കി കൊടുക്കലുണ്ട്. ആഴ്ചയിൽ 1 ദിവസം 2 ദിവസമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നല്ലാതെ എല്ലാ ദിവസവും നമുക്ക് വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് കരുതിക്കാണ്ട് ഒരു പവറും പത്രാസുള്ള നല്ല 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 ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. അത് നമ്മളെ കുട്ടികൾക്ക് കേടാണ്. നമുക്ക് വീഡിയോ എടുക്കാണ്ട് എഴുതിക്കാണ്ട് നല്ലത് നല്ലത് ഉണ്ടാക്കി തിന്നാൻ ഉള്ളത് നമ്മളെ കുട്ടികളല്ലേ. അപ്പോൾ അതിനനുസരിച്ചാണ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ രാവിലെ നീച്ച് വന്ന് നമ്മൾ തിരിച്ചുപിടിപ്പിച്ചിക്കാണ്ട് ചായ കട റെഡിയാക്കിക്കാണ്ട് മോളെ നീപ്പിച്ച് ഓളെ കുളിയും കഴിഞ്ഞിക്കാണ്ട് ഓക്ക് ചായ കൊടുക്കാൻ പുറപ്പെട്ടപ്പോൾ തന്നെ ജെനു ഉണരും കേട്ടോ. അധിക ദിവസം അങ്ങനെയാണ് ഉണ്ടായാൽ. അപ്പോൾ പിന്നെ എന്തായിരുന്നു നോക്ക് ഇപ്പോൾ കടി ഉണ്ടാക്കാൻ ഒഴിവുണ്ടാവില്ല. അപ്പോൾ എളുപ്പം എന്തെങ്കിലും ബേക്കറി ഇപ്പോൾ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. പഴം പീങ്ങിയാലൊന്നും പറ്റൂല, അതാണ് ഒന്നാമത്. അപ്പോൾ അതാ ചെറുപ്പയറും കറിയാണ്. ചെറുപ്പയർ മഞ്ഞപ്പൊടിയും തക്കാളിയും പിന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചായച്ചിട്ടിക്കാണ്ട് ഒന്നാണ് തൂമ്പിച്ചിക്കുകയാണ്. ചീരുള്ളിയും കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടാണ് തൂമ്പിച്ചിക്കാണ്ട് കുറച്ച് മല്ലിൻ്റെ ഇലയാണ് ഇട്ട് കൊടുത്തു. അതന്നെ കേട്ടോ. പിന്നെ അതാ പൊടി കലക്കിക്കാണ്ട് അപ്പം പാർന്നിക്കാണ് കേട്ടോ. നമ്മൾ സീയപ്പം എന്നൊക്കെ പറഞ്ഞ അപ്പം കുറച്ച് അരിപ്പൊടിയാണ് കലക്കിക്കാണ്ടാണ് പാർന്നു. അപ്പം അരി അരച്ചിക്കാണ്ട് പാനിലേറെ കുട്ടികൾക്ക് തിട്ടത് ഇതാട്ടോ. അല്ലെണ്ണയാളെ ഞാൻ പറഞ്ഞ കാര്യമാണേ. ഞാൻ മകളെ വെച്ചുകാണ്ട് ഒന്ന് വീഡിയോ എടുത്ത് നോക്കിയതാണ്. അപ്പോൾ അതാർക്കും തൃപ്പതില്ല. നമ്മളെ ഈ പരിപാടികൾ കാണാനാണ് മനുഷ്യന്മാർക്ക് തൃപ്പതി വെച്ചാൽ ഓർക്ക് തൃപ്പതില്ലല്ലോ അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതപ്പോൾ കുറച്ചായിട്ട് നമുക്ക് കുറച്ച് കോഴിക്ക് കുറച്ച് കുട്ടികളുണ്ടായിക്കോണു കേട്ടോ. 8 കുട്ടികളുണ്ടായിരുന്നു, 1 ചത്തു കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് ഉണ്ടായിൽ. അപ്പോൾ ഓൽക്ക് കൂട്ടിൽ വെച്ചുകാണ്ട് അറ്റിങ്ങളെ പിന്നെ വലുതാക്കി ഉണ്ടാക്കട്ടെ വെച്ചാൽ ആ കമ്പിക്കൂടല്ലേ, കമ്പിക്കൂടിൻ്റെ ഉള്ളിലൊക്കെ ഒട്ടോരം ഇടുക. പിന്നെ പെരും ചൂട് വയ്ക്കാരം. മഴക്കാലമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, കാര്യമില്ലല്ലോ. വെയിലറച്ചപ്പോൾ പെരും ചൂടാണ്. അപ്പം ഞാനിവിടെ ഇങ്ങനെ ഒരു ഷെഡാണ് കെട്ടിക്കൊടുത്തതാണ് കേട്ടോ. പെരൻ്റെ ഒരു മൂലക്കലായിട്ട് ഇങ്ങനെ ഒരു കോണിക്കൂട് വർഗം കൂട്ടിക്കുള്ള കോണിൻ്റെ ഒക്കെ അടിയിലായിട്ട് കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഇതുകൊണ്ട് നല്ലോണം മറച്ചിക്കാണ്ട് അങ്ങനെ കെട്ടിക്കൊടുത്തതാണ്. പിന്നെ ആണെങ്കിൽ എറ്റിങ്ങൾ അങ്ങനെ പുറത്തേക്ക് വിടാനായിട്ട് തോന്നുന്നില്ല. ഈ കാക്കച്ചകൾ വെച്ചക്കൂല. അറ്റിങ്ങൾക്ക് ഓരോന്നിനും അങ്ങനെ കൊണ്ടുപോകാനേ ഒഴിവുണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ചൊന്ന് കാക്കച്ചിൻ്റെ പുറത്തു നിന്നൊക്കെ ഒന്നുണ്ട് പ്രായമൊക്കെ ഉണ്ട് ആട്ടെ എന്ന് കരുതിക്കാണ്ട് കുറച്ചൊന്ന് 2-3 മാസമൊക്കെ ഒന്ന് ഇങ്ങനെ കൂട്ടിലിട്ട് ഇങ്ങനെ വളർത്താമെന്ന് കരുതിക്കാണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ്റെ പരിപാടി എത്താന്നോ, ഇവൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോകണില്ല. അതാണ് വല്യുട്ടിയാണ്, ഓളെ വല്യുട്ടിയാണ്. ഇവ പോകണില്ല കേട്ടോ. ഓന് തന്നെ പരിപാടി തള്ളൻ്റെ ഒപ്പം അങ്ങനെ നടക്കുക. അപ്പോൾ തിന്നതാ നമ്മളെ ചോറ് ഇവിടെ തിളച്ച് വരുന്നുണ്ട്. നമ്മളെ അജുവിന് കൊണ്ടുപോകാൻ ചോറാകണം. അപ്പോൾ വെണ്ടക്ക കറി ഉണ്ടാക്കാമെന്നാണ് കരുതിയിരിക്കണത് കേട്ടോ. അപ്പോൾ നബിദിന പരിപാടിയൊക്കെ ആയി തുടങ്ങിയതുകൊണ്ട് തന്നെ ദഫും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഓന് രാവിലെ തന്നെ മദ്രസക്ക് പോയിക്കൊണ്ടു. അപ്പോൾ വെണ്ടക്ക മുളകിട്ടുകാണ്ടുള്ള കറിയാണ് കേട്ടോ. വല്യുള്ളിയും തക്കാളിയൊക്കെ ഇട്ടുകാണ്ട് ആണ് മുളകിട്ടിക്കാണ്ട് കറി ഉണ്ടാക്കരുത്. സാധാരണ അജുവിന് ചോറ്റക്ക് എന്തെങ്കിലും കറിയാണ് കേട്ടോ. അല്ലാതെ എന്തെങ്കിലും കറി തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും നല്ലൊരു എരുമ്പുളിയൊക്കെ ഉള്ളൊരു പിന്നെ കൂട്ടാണ്ടായാൽ മതി.
പക്ഷേങ്കിൽ ഇന്നിപ്പോൾ ഞാനിങ്ങനെ വെണ്ടക്കക്കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ പയറുപ്പേരിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ സെനു രാവിലെ നീച്ച് വന്നു. ഓൻ ഒരട്ടം കൊണ്ടേക്കാണ്ടൊന്ന് ഉറക്കിയതാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മളൊന്ന് ഏലും മാലും കൂടുമ്പോൾ ഓൻ രണ്ടാമത് പിന്നെയും നീച്ചരും കേട്ടോ. അപ്പോൾ അങ്ങനെ നീച്ച് വന്നതാണ്. നീച്ച് വന്നേക്കണേ പിന്നെ എന്തായിരുന്നാ നമ്മളെ സോയിലും കാറുകാരൊക്കെ കഴിച്ചാൽ നിൽക്കുമ്പോഴത്തേനും അത് പഴിച്ചിങ്ങനെ നടക്കണ്ടേ വെച്ചിട്ട് ഞാൻ ഓന് ചായയും കടിയൊക്കെയാണ് വെച്ച് കൊടുത്തു. ചായ അങ്ങനെ കുടിച്ചു, അപ്പം തിന്നൂല. അപ്പം തീരെ ഇഷ്ടമില്ല, ഏത് കടി വല്ലാതെ ഇഷ്ടമില്ല. അതങ്ങനെ അങ്ങനെ ഇട്ട് പോവുകയെന്നല്ലാതെ. ഇപ്പം നേരം വെളുത്തേക്കിന് ഓന് തറവാട്ടിക്ക് പോകണം, അതിനുള്ള കുതൂലം കൂടലാണ് ഇട്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഓൻ ഇവിടെ അകത്തു തുറന്നുകൂടാ. അപ്പം അങ്ങനെ ചോറും ആയി, കറിയായി, ഉപ്പേരിയൊക്കെ അയക്കണു. ഇതിനുള്ള കഞ്ഞിയുടെ തീമിട്ടിക്കണു. മീൻ കായം കൂട്ടിയുടെ വെച്ചുക്കണു കേട്ടോ. അജു പോയും ചെയ്തു, സ്കൂൾക്ക് പോയി. അപ്പം അങ്ങനെ ഏകദേശം അടുക്കളയിലത്തെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഇനി ഞങ്ങളൊന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. മോസ് മദ്രസിട്ട് വന്നിട്ടില്ല. അപ്പം ഇനി ഒന്ന് മുറ്റൊക്കെ ഒന്ന് അടിച്ചേരി എടുക്കട്ടെ എന്ന് കരുതിക്കാണ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കോഴിക്ക് കുടിച്ചാളെ വെള്ളം വെച്ച് കൊടുത്തിട്ടില്ല എന്ന് ഓർമ്മയത്. അപ്പം ഇങ്ങനെ പോകുന്നതാണ്. കണ്ടില്ല ഇതായിട്ടുള്ള വെള്ളം കോഴിമീ കോഴിമീ അപ്പോൾ അതൊക്കെ അതാ കഴിഞ്ഞ് ഒക്കെ പുറത്തേക്ക് ഇറങ്ങിയപ്പോത്തിന് മോള് മദ്രസ വിട്ട് വന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിച്ചാൽ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യട്ടോ.